സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളുടെ സ്കിന്നിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ചിലവർക്ക് ഭയങ്കര അൺഈവൺ ആയിരിക്കാം, അതുപോലെ ഭയങ്കര ഡ്രൈ ആയിരിക്കാം, അതുപോലെ ഭയങ്കര ആവശ്യത്തിൽ കൂടുതൽ ഓയിൽ ഉണ്ടാവും, അപ്പോൾ ഓയിലി സ്കിന്നായിരിക്കാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിനുണ്ട്. ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് എന്താ പറയുക, നമ്മളുടെ സ്കിന്നിന് എപ്പോഴും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ വേണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഗ്ലോ പാക്കാണ് എന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. ഗ്ലോ മാസ്ക് എന്നും പറയാം. സോ ഇത് ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും എല്ലാവർക്കും തന്നെ ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്കിൻ ഓയിലോ അതുപോലെ ഡ്രൈയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളിത് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ആദ്യം നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറാക്കുക. കാരണം എനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജ് വരുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ചില ആൾക്കാർ പറയുന്നു, ഓയിലി എൻ്റെ സ്കിന്നിൽ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താലും ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കിന്ന് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പിമ്പിൾസൊക്കെ വരുന്നു, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും അങ്ങനെ എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും വരില്ല. നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങളൊരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വരത്തേ ഇല്ല. അതുമല്ല, ചില ആൾക്കാർ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസ് മതി അപ്പം തന്നെ ഡോക്ടറെ കാണും. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നവർ, ഞാൻ ഏത് ഡോക്ടേഴ്സിനെ കുറ്റപ്പെടുത്തുമല്ല, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യും, കറക്റ്റ് ഒരു സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ എത്ര വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മുടെ സ്കിൻ എന്താണോ അതിലേക്ക് തന്നെ വരും. ഒരു രീതിയിലുള്ള റിസൾട്ടോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് ഞാൻ എങ്ങനെ വേണമെങ്കിൽ ഗ്യാരൻറ്റിയോടുകൂടെ തന്നെ പറയും, ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരാൾക്ക് നമ്മളെല്ലാവർക്കും എനർജി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കൊടുക്കാതെ അവരെ നമ്മൾ എത്ര ഒരുക്കി നിർത്തിയാലും അവർക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മളുടെ സ്കിന്നിൻ്റെ കാര്യം. നമ്മൾക്ക് വേണ്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാതെ നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ട്രീറ്റ്മെൻറ്റ് എടുത്താലോ ഒന്നും തന്നെ നമുക്കതിന് റിസൾട്ട് കിട്ടൂല. ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം ഒരു ചെടി വെച്ച് അതിന് നനവ് വേണം അല്ലേ, ഒരു ഈർപ്പം വേണം, അതിന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് അത് പ്രോപ്പർ ആകുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരിക. എന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ നമുക്ക് എനർജി ആയിട്ടിരിക്കണം, ആക്റ്റീവായിട്ട് നമുക്ക് ഫുഡ് കഴിച്ചാൽ മാത്രമേ നിന്നാൽ മാത്രമേ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒരുങ്ങാനും എല്ലാം പറ്റത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്കിന്നും. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മളുടെ സ്കിന്നിന് പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ആദ്യം കറക്റ്റ് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, ദെൻ നൈറ്റ് റൊട്ടീൻ കറക്റ്റായിട്ട്, നൈറ്റ് കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ചെയ്യുക, കറക്റ്റായിട്ട് SPF കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കണം, സ്കിൻ ടെക്സ്ചർ നോക്കണം, നിങ്ങളുടെ ഏജ് നോക്കണം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ സ്കിന്നിന് മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഓൺലൈനിൽ എല്ലാ ദിവസവും ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് അപ്ലൈ ചെയ്തത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അത് എത്ര വേണമെങ്കിലും നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റും മേടിക്കും, പക്ഷേ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പോലും അറിയത്തുമില്ല. അപ്പോൾ ഇന്നൊന്ന് മേടിക്കും, നാളെ വേറൊന്ന് മേടിക്കും, മറ്റൊന്ന് വേറൊരു ആഡ് കാണുമ്പോൾ അവിടെ നിന്ന് മേടിക്കും. ഈ പരിപാടി ഒന്നും ചെയ്യരുത്. മാക്സിമം ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പേഴ്സണൽ ഗൈഡൻസിൻ്റെ 3 മാസത്തെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളുടെ ഈ ഒരു 3 months ഗൈഡൻസിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. 3 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ എന്താണോ അത് മനസ്സിലാക്കി, നിങ്ങളുടെ ഏജ് മനസ്സിലാക്കി, സ്കിന്നിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ ഞാൻ തരും. അത് നിങ്ങൾ കറക്റ്റായിട്ട് 3 മാസം ഫോളോ ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് എന്താണോ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ഞാൻ അപ്ഡേഷൻ എടുക്കും. 3 മാസം കൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും കൺഫേം ചെയ്യാം. 5000 റുപ്പീസാണ് നമുക്കിതിന് ചാർജ് ഉണ്ട്. ഇനി വെറുതെ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്, ഇതിനകത്ത് ഫീസ് വരുന്നുണ്ട് കേട്ടോ. അത് ചെയ്യാൻ പറ്റിയാൽ മാത്രം ഇതിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ഞാൻ എൻ്റെ ടൈമിനുള്ളതാണ്. കാരണം എനിക്കിതൊരു ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുന്ന ആളല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ. കാരണം
അത്രയും പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും പൈസ ചിലവാക്കാനും പ്രൊഡക്റ്റ് മേടിക്കാനും ഭയങ്കര ആഗ്രഹമാണ്. എന്നാൽ ഇതെങ്ങനെ ചെയ്യണമെന്നോ ഇത് എന്താണ് എൻ്റെ സ്കിൻ, എനിക്ക് എവിടെ പോയി എന്ത് കിട്ടും ഒന്നും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. നമുക്കെപ്പോഴും നമ്മളെ കാണുമ്പോൾ ഞാൻ ഓക്കെയാണ് എന്നുള്ളൊരു ഫീൽ വേണം അല്ലേ. അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മളൊരു റൊട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ 40 വയസ്സ് മുതലുള്ള ആൾക്കാർക്കാണ് ഞാൻ ഗൈഡൻസ് കൊടുക്കുന്നത്. കാരണം ആ ഒരു ഏജിലെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് 30 years ആണ്, 25 ആണ്, എനിക്കും സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ചെയ്യണം, ഞങ്ങൾ കൺസൾട്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. 40+ എന്ന് പറയുന്നത് ഞാനൊരു ആൻറ്റി ഏജിങ്ങിനെ ഞാൻ ഫോക്കസ് ചെയ്യുവാണ്. കാരണം ആ ഒരു സമയത്ത് ഒരുപാട് ഡ്രൈനെസ്സും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് സ്കിന്നിന്. അപ്പോൾ അതെല്ലാം മാറ്റി ഒരു 3 മാസം കൊണ്ട് ക്ലിയർ സ്കിൻ എനിക്ക് ആ ഒരു ഏജിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും എനിക്ക് തരാൻ പറ്റും കേട്ടോ, ഏത് ഏജിലാണെങ്കിലും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കും ഈ ഒരു ഗൈഡൻസ് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസം കൊണ്ട് സ്കിന്നിൻ്റെ എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കാരണം ഇവിടെ കെമിക്കലൊന്നുമല്ല, ഓരോ രീതിയിലെ കെമിക്കൽ പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ തരത്തില്ല. 100% റിസൾട്ട് കിട്ടുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റുകളല്ലാതെ ഞാൻ ഒരു വൈറ്റനിങ് പ്രൊഡക്റ്റോ എന്താ പറയുക അങ്ങനത്തെ ഫെയർനെസ് പ്രൊഡക്റ്റുകളോ വൈറ്റനിങ് പ്രൊഡക്റ്റുകളോ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റൊട്ടീൻ മാത്രമാണ് ഞാൻ തരുന്നത്. അപ്പോൾ അതല്ലാതെ ഇതിനകത്ത് വൈറ്റനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അത് ഞാൻ കൂടുതൽ എന്താ പറയുക അങ്ങനത്തെ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ഞാൻ തന്നെ അങ്ങോട്ട് ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ അത് എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റും ഞാൻ തരത്തില്ല. ഓക്കെ, അതും ഞാൻ ഗ്യാരണ്ടി പറയുവാണ്. അപ്പോൾ നമ്മളുടെ ഫേസ് മാസ്കിലേക്ക് പോകാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബനാന എടുക്കുക, ഒരു പഴം എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. പഴം അടിപൊളി ഹൈഡ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലും ഉള്ളതാണല്ലോ, പഴം ഇല്ലാതെ ഒന്നുമില്ല. ഒരു റോബസ്റ്റ് അങ്ങനത്തെ പഴം എടുക്കുക കേട്ടോ, ഒരു പഴം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ബേക്കിംഗ് സോഡ നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കാനൊക്കെയാണ് യൂസ് ചെയ്യാറ്. സോ ഇത് ഇവിടെ നമ്മളുടെ സ്കിന്നിനെ ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്ഫോലിയേഷനാണ്. നമ്മളുടെ ഓയിലിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒന്ന് നമ്മൾ സ്കിന്നിൻ്റെ ഡെഡ് സെൽസൊക്കെ പെട്ടെന്ന് തന്നെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, എക്സ്ഫോലിയേഷനാണ് വരുന്നത്. സോ അതുകൊണ്ട് നമുക്കിവിടെ ബേക്കിംഗ് സോഡ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബനാന എടുക്കുക, then അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾ എടുക്കുക. മഞ്ഞൾപ്പൊടി ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, കറി വയ്ക്കാൻ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി അല്ല എടുക്കേണ്ടത്. നമ്മളുടെ ഷോപ്പിൽ മറ്റേ ആയുർവേദിക് ഷോപ്പിലൊക്കെ കിട്ടുമല്ലോ, അത് മേടിക്കുക കേട്ടോ. കറിക്ക് യൂസ് ചെയ്യുന്നതല്ല എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളുടെ ബനാന ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇടുക. അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ എടുക്കുക, then 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ബ്ലെൻഡറിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കുക. ദെൻ അതിനുശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് വേണം ഫേസ് മാസ്ക് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ചുമ്മാ പോയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യരുത്, അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യരുത്. വീണ്ടും ഞാൻ ഒരു കാര്യം കൂടി എടുത്ത് പറയാം, ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്ന ആരും തന്നെ ഫേസിലേക്ക് ഇനി എന്ത് ആയുർവേദിക് സോപ്പാണെന്ന് പറഞ്ഞാലും യൂസ് ചെയ്യരുത്. അതൊരു റിക്വസ്റ്റാണ്, ഫേസിലേക്ക് സോപ്പ് യൂസ് ചെയ്ത് വാഷ് ചെയ്യരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഫേസ് വാഷ് ആണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുക. ക്ലെൻസർ ആണെങ്കിലും ശരി, നോക്കാതെ ചെയ്യരുത്. അത് വീണ്ടും പറയുകയാണ്. കാരണം ഇതൊന്നും അറിയാതെ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾ ഫേസ് മാസ്കോ ഫേസ് പാക്കോ എന്തിട്ടാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. കാരണം നമുക്ക് അറിയാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ചിലപ്പോൾ നല്ല സംഭവം യൂസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് സ്കിൻ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അതുപോലെ സോപ്പ് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ആൻഡ് നെക്ക് അപ്ലൈ ചെയ്യാം. 10 to 15 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും, സ്കിന്നിന് നല്ല ഗ്ലോ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പറായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ഗ്ലാസ് ടെക്സ്ചറൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഡെയിലി എടുക്കുക. 7 days കൊണ്ട് നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ അതിന് മുമ്പ് യൂസ് ചെയ്യണ പ്രൊഡക്റ്റ് ക്ലെൻസർ ആണെങ്കിലും ശരി, ഫേസ് വാഷ് ആണെങ്കിലും സോപ്പ് യൂസ് ചെയ്യരുത്. ക്ലെൻസർ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ
ടൈപ്പ് നോക്കിയിട്ട് ചെയ്യുക. നമ്മൾ അത് നോക്കാതെ ഇവിടെ എന്ത് ഫേസ് മാസ്ക് ഇട്ടിട്ടും റിസൾട്ടൊന്നും ഉണ്ടാവില്ല. അതും കൂടി മനസ്സിലാക്കുക കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും ഈ പാക്ക് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നം, പക്ഷേ പാക്കിൻ്റെ ആയിരിക്കില്ല പ്രശ്നം. നമ്മൾ അതിന് മുമ്പ് യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഫേസ് വാഷോ ക്ലെൻസറൊക്കെ ആയിരിക്കും പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ, കാരണം ബേക്കിംഗ് സോഡ ഫസ്റ്റ് ടൈമായിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് കൊടുക്കുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം ചെയ്യുക കേട്ടോ. പാച്ച് ടെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ്റെ ഇങ്ങനെ ഏതെങ്കിലും ഈ ഒരു ഏരിയയിലായിരിക്കണം, ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് കുറച്ച് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പാക്ക് യൂസ് ചെയ്യേണ്ട. കാരണം ആദ്യമായിട്ട് നമ്മളിത് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഏത് പാക്കാണെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഇത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. അതിനുശേഷം നമ്മളിത് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. എപ്പോഴും ഫേസ് തുടയ്ക്കാനും ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഫേഷ്യൽ ടിഷ്യൂ വെക്കുക, അല്ലെങ്കിൽ ഫേസിന് വേണ്ടി മാത്രമായിട്ട് ഒരു ടവൽ വെക്കുക കേട്ടോ. അത് വൃത്തിയുള്ള നല്ലൊരു ടവൽ വെക്കുക. കാരണം നമ്മൾ ടവലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെയറിനും ബോഡിക്കൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് ഫേസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാതെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കും ഈ പാക്ക് ഇട്ടിട്ടാണ് അല്ലെങ്കിൽ ആ ക്രീം ഇട്ടിട്ടാണെന്ന്. അപ്പം നമുക്ക് എവിടെ നിന്നാണ് പ്രശ്നം വരുന്നതെന്ന് അറിയില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ ഒരു ഫേഷ്യൽ ടിഷ്യൂ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ടിഷ്യൂ വെച്ച് ക്ലിയർ ചെയ്തിട്ട് നമ്മളത് അപ്പോൾ തന്നെ കളയും. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പേടിക്കാനില്ല. പറ്റുന്നവർ ഫേഷ്യൽ ടിഷ്യൂസ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഫേസിന് വേണ്ടി മാത്രമായിട്ട് ഒരു ടവൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വീഡിയോയിൽ പറഞ്ഞു ഒരുപാട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ചാനലുള്ളത്. സോ നമുക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറയും. നിങ്ങൾക്ക് അത്രയും സമയം ക്ഷമയോടെ കാണാൻ പറ്റുവാണെങ്കിൽ മാത്രം കാണുക. കാരണം അത്രയും ഞാൻ എൻ്റെ ചാനലെന്ന് പറയുന്നത് അത്രയും ജെനുവിനായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് വീണ്ടും ചില കാര്യങ്ങൾ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നുള്ളത് എൻ്റെ ശീലമാണ്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കാനും എന്നെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ വീഡിയോസ് കാണുന്നവരും എന്നെ വിശ്വസിക്കുന്നവരും ഒത്തിരി പേരുണ്ട്. ഭയങ്കര സന്തോഷം. കാരണം അത്രയും പേര് നമ്മളുടെ കൂടെയുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരിങ്ങനെ വന്നിട്ട് ഇടയ്ക്ക് പറയും എന്തിനാണ് ഇങ്ങനെയെന്നൊക്കെ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കാണുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനും വാല്യൂ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും ഇത് മുഴുവൻ കാണുന്നൊന്നുമില്ല. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യണം. ഞാൻ അത്രയും എല്ലാ പ്രൊഡക്റ്റും എല്ലാ കാര്യങ്ങളും അത്രയും ജെനുവിനായിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു സംഭവം പറയാറില്ല. എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് പറഞ്ഞു തരാറ്. കാരണം ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് അത്രയും റിസൾട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലും വരുന്നുണ്ട്. വീണ്ടും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓയിലി സ്കിന്നിനും ചെയ്യാം, ഡ്രൈ സ്കിന്നിനും ചെയ്യാം. ചെയ്തിട്ട് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.